നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു. പെരുന്നാളിന്റെ നാള് കടന്നു വരാൻ പോവുകയാണല്ലോ. വസ്ത്രം വാങ്ങാനൊക്കെ പോകുന്നു, മക്കൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുന്നു. റസൂലുള്ളാഹിന്റെ ജീവിത ചിട്ടയും സംസ്കാരവും ഇല്ലാത്ത പാശ്ചാത്യന്റെ വേഷവിധാനങ്ങൾ എന്റെ ഉമ്മത്തിന് സംഭവിച്ചു പോയത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ സമുദായത്തെ ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ വേണ്ടി ലോകത്തെ എല്ലാ ആളുകളും ഒന്നിക്കുന്ന ഒരു കാലം വരാറുണ്ട്. ഒരു കാലം വരും, തദഅലൈകുമുൽ ഉമം കമാ തദഅൽ ലകലതു ഇലാ ഖസ്അതിഹാ. ഭക്ഷണം കഴിക്കാനിരിക്കുന്നവർ ഭക്ഷണ തളികയിലേക്ക് കൈ കാണിക്കുന്ന പോലെ എന്റെ ഉമ്മത്തിന് ലോകത്ത് നിന്ന് നിഷ്കാസനം ചെയ്യാൻ എല്ലാവരും ഒന്നിക്കുന്ന ഒരു കാലം വരും. അത് തന്നെയല്ലേ ഇത്? റസൂലുള്ളാഹി പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. സഹാബത്ത് ചോദിച്ചു, നബിയേ അവമിൻ ഖല്ലത്തിൻ നഹ്നു യൗമഇദി യാ നബിയല്ലാഹ്, അന്ന് ഞങ്ങൾ എണ്ണത്തിൽ കുറഞ്ഞു പോകുന്നത് കൊണ്ടാണോ റസൂലേ അങ്ങനെ സംഭവിക്കുന്നത്? റസൂലുള്ളാഹി പറഞ്ഞു, വല്ല വലാകിന്നകും ഗസാഉൻ കൗസാഇസ് സൈൽ, നിങ്ങളന്ന് വെള്ളത്തിലുള്ള ചണ്ടികളെ പോലെ ചണ്ടികളാകും. നിങ്ങളിൽ ഈമാൻ ഉണ്ടാവുകയില്ല, നിങ്ങളിൽ ദീനുണ്ടാവുകയില്ല. ദീന് പൂർണ്ണമായി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ, ഈ കാലഘട്ടത്തിൽ സിദ്ദീഖായി നിലകൊള്ളാൻ, ഉമറായി നിലകൊള്ളാൻ, ഉസ്മാനായി നിലകൊള്ളാൻ, അലിയായി നിലകൊള്ളാൻ റളിയല്ലാഹു അൻഹും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. സർബർ സറേസാനു ബിയായേ തായിറേ ഫുറഖ് ബിയവർ മുർദനേ ദൗലത്ത് അസല്ലയ്യാമു അയ്യർജഅന ഖൗമൻ കല്ലദീ കാനോ. അങ്ങനെ ഒരു കാലം തിരിച്ചു വന്നാൽ ആ കാലം മുസ്ലിങ്ങൾക്കുള്ള വിജയത്തിന്റെ കാലഘട്ടമായിരിക്കും. മുസ്ലിം രാഷ്ട്രങ്ങൾ പോലും അമുസ്ലിമിന്റെ കൂടെ കാലമാണ്. മുസ്ലിമിന്റെ കൂടെ കാലം. മറ്റന്നാൾ ഖത്തറിലേക്ക് പോവുകയാണ്. ഇന്ന് രാവിലെ സുബഹി നമസ്കരിച്ചതിന് ശേഷം മറ്റന്നാളൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ ആലോചിക്കണം. മറ്റന്നാൾ ഖത്തറിലേക്ക് പോകുന്നു. ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് എഴുന്നേറ്റപ്പോ എന്നോട് ഖത്തറിൽ എന്നൊരാളെ വിളിച്ചിട്ട് പറഞ്ഞത്, നിങ്ങൾ വരുമ്പോ പാന്റും കുപ്പായും ഒക്കെ ഇട്ട് ഇൻസൈഡ് ചെയ്തിട്ട് വരണം. ഞാൻ ചോദിച്ചു, എന്തേ? കന്തൂറയിട്ട് നിങ്ങൾ തൊപ്പിയിട്ട് വന്നാൽ എയർപോർട്ടിൽ നിങ്ങളെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. എയർപോർട്ടിൽ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. മുസൽമാന്റെ രാഷ്ട്രം പോലും താടിയുള്ളവനും തൊപ്പിയുള്ളവനും ഭീകരവാദി എന്ന് പാശ്ചാത്യൻ പ്രചരിപ്പിക്കുമ്പോൾ അവന്റെ പിന്നിൽ നിൽക്കുന്ന കാലമേ, അവന്റെ പിന്നാലെ കൂടുന്ന കാലമേ, തൊപ്പി വെക്കാൻ പാടില്ലെന്ന് ഇസ്ലാമിക രാജ്യം പറയുന്ന കാലമായാൽ നിങ്ങൾ ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ ലോകമൊന്നാകെ നിങ്ങൾക്കെതിരെ ഒന്നിക്കുന്ന ഒരു കാലം വരും. ആ വാക്ക് പോലും എത്ര സത്യമാണ്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. ഇതേപോലെ ഒന്ന് പണ്ട് കുവൈത്തിലേക്ക് പോകുന്ന സമയത്ത് അന്നും എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു, ഫോട്ടോ ഉള്ള തൊപ്പിയിട്ട ഫോട്ടോ കൊടുത്തയച്ചു. വിസക്ക് പരിശ്രമിച്ചിട്ട് വിസ കൊടുത്തില്ല. എന്താ കാരണം പറഞ്ഞതെന്ന് പറയാം. അന്ന് എനിക്ക് ഇത്ര താടിയുമില്ല. അന്നവർ പറഞ്ഞ കാര്യം, തൊപ്പിയിട്ടിട്ടുണ്ട് ഇയാൾ. ഈ അറബി വന്നിട്ട് പറയാനത്രേ വിസക്ക് അപേക്ഷിച്ച ആളോട്, ഇയാൾ തൊപ്പിയിട്ടത് കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ പറയുന്നത് ഇയാൾ ഭീകരവാദിയാണോ എന്ന് സംശയമുണ്ട്. അമേരിക്കയിലെ ഉദ്യോഗസ്ഥന്മാരല്ല, അള്ളാഹുവിന്റെ ഹബീബിന്റെ അനുജന്മാരായ ഇസ്ലാമിക രാജ്യത്തെ ഉന്നത സ്ഥാനങ്ങളിലേക്കുന്ന ഉദ്യോഗസ്ഥന്മാർ. അർഹമുർറഹീമീനായ റബ്ബേ, നിന്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മദീന പോലും നിന്റെ മക്ക പോലും കൈകാര്യം ചെയ്യുന്നവർ, പടച്ച തമ്പുരാനെ അവർക്ക് നീ ഇസ്ലാമിക ബോധം നൽകണേ അല്ലാഹ്. നിന്റെ ഹബീബിന്റെ വഴിയിൽ അടിയുറച്ചു നിൽക്കാൻ ഞങ്ങൾക്കും അവർക്കുമൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി